ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനെ ഒത്തിരി ചിരിപ്പിച്ച ഒരു കമന്റ് വേറൊരു വീഡിയോയ്ക്ക്, അതായത് കുറെ ഹോം റെമഡീസ് ഒക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് കേട്ടിട്ട് ഞാൻ ഒത്തിരി ചിരിച്ചു കേട്ടോ. അപ്പൊ പക്ഷെ അവർക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കാം, എനിക്ക് അത് കോമഡി ആയി പെട്ടെന്ന് ഫീൽ ചെയ്തു. അതായത് ആ ഒരു എന്താ പറയാ, വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ തീർന്നു എന്നല്ലാതെ മുഖത്ത് വേറൊരു മാറ്റമൊന്നുമില്ല എന്നുള്ളൊരു കമന്റ് ആയിരുന്നത്. ഒത്തിരി എന്നെ ചിരിപ്പിച്ചെങ്കിലും അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്ന് വെച്ചാല് നമ്മുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പലർക്കും പല സ്കിൻ ടൈപ്പ് ആയിരിക്കും. നമ്മുടെ സ്കിൻ ടൈപ്പിനുള്ളതായിരിക്കില്ല നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്കത് ഇരട്ടി ദോഷവും ആവും, ഫലവും ഉണ്ടാകത്തില്ല. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് ആ സ്കിന്നിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് അപ്ലൈ ചെയ്താൽ മാത്രം പോലെ നമ്മുടെ ശരീരത്തിൽ കുറെ കാര്യങ്ങൾ, പോഷകക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് പ്രതിഫലിക്കില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതേപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവും ഒക്കെ നമ്മുടെ സ്കിന്നിൽ പ്രതിഫലിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങളൊന്ന് കാണണേ. ഒന്നാമത് നിങ്ങൾ ഭക്ഷണ രീതി ശ്രദ്ധിക്കണം, അത് വേറെ കാര്യം. അത് കൂടാതെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുക. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പ്രയർ, അതായത് ഒരു ധ്യാനമായിരിക്കണം. ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഒരു ധ്യാനം, ഒരു ഏകാഗ്രത കിട്ടണം. ഒരു 5 മിനിറ്റ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ആ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ആ വായുവിൽ ഓക്സിജന്റെ അളവ് കൂടുന്നതാണ് ആയുർവേദ ആചാര്യന്മാരൊക്കെ പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓക്സിജൻ, നമുക്ക് കൂടുതൽ അതിൽ ഓക്സിജന്റെ അളവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശ്വസിക്കുമ്പോൾ രക്തശുദ്ധി ഉണ്ടാകും. ആ രക്തശുദ്ധി വന്നാൽ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ പറയാം, രക്തശുദ്ധി ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഗ്ലോവിങ്, സ്കിൻ നന്നായിട്ടിരിക്കുന്ന പറയാം. നമ്മുടെ മുഖത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ആയി ചെന്നാൽ പറയും രക്തശുദ്ധി കുറവാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് തരാറുണ്ട് ഇല്ലേ. അപ്പൊ അതാണ്. അപ്പൊ ആ ഒരു നല്ല ശുദ്ധമായിട്ടുള്ള ആ വായു ഒന്ന് ശ്വസിക്കുക. തണുത്ത വെള്ളം കൊണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ മുഖം കഴുകുക, കണ്ണുകൾ കഴുകുക. അപ്പൊ കണ്ണിന് മുഖത്ത് അതിലുകൂടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ആ ഒരു വെള്ളത്തിന്റെ ഒരു തണവ് മുഖത്ത് കിട്ടുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ചൂടുള്ള അവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കും. അപ്പൊ തന്നെ നമ്മുടെ മുഖക്കുരു വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണമയം കൂടെ മുഖക്കുരു വരെ ആ സംഭവങ്ങളൊക്കെ പോകും. നല്ലൊരു എനർജറ്റിക് ആവും. പിന്നെ ഇളം ചൂടുവെള്ളം ഇന്ന് രാവിലെ നിൽക്കുമ്പോൾ ഇളം ചൂടുവെള്ളം കുടിക്കുക. അതുകൊണ്ട് രക്തയോട്ടം കൂടാനും നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി കൂട്ടാനും സ്കിന്നിന് അത് പ്രതിഫലിക്കും. അപ്പം ഈ ഒരു 3-4 കാര്യങ്ങൾ തന്നെ നമ്മൾ ഡെയിലി ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഏതാണ് നമ്മുടെ ശരീരത്തിൽ കുറവെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അത് കയറ്റാന്ന് വെച്ചാൽ നമ്മുടെ വയറ് ശുദ്ധമായാൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആയിട്ടിരിക്കും. പണ്ടുള്ള ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും ഒന്നും ചെയ്യില്ല, ഒരു മേക്കപ്പും ചെയ്യില്ല, പക്ഷെ നല്ലൊരു ഓജസ്സുള്ള ഒരു പെണ്ണെന്നൊക്കെ പറയുന്നത് തിളക്കം, നല്ല ഓജസ്സും തേജസ്സും ഉണ്ടെന്ന് പറയില്ലേ. അതൊക്കെ ഇതാണ് കാര്യം. അവരൊക്കെ വേറൊന്നും ചെയ്തിട്ടില്ല, കെമിക്കൽ അടങ്ങിയ ക്രീമൊന്നും തേച്ചിട്ടില്ല. അതൊക്കെ അവരിങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. പണ്ട് ജനറേഷൻ ഇതൊക്കെ ചെയ്തു പോകുന്നതാണ്, പഠിക്കാതെ തന്നെ. അവരുടെ ഒരു ജീവിത ക്രമം അങ്ങനെ തന്നെയായിരുന്നു. അതിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മുടെ നല്ലൊരു സൗന്ദര്യം ആഗ്രഹിക്കുന്നവരുടെ, ഹെൽത്ത് ആഗ്രഹിക്കുന്നവരുടെ ഒരു മാർഗം എന്ന് പറയുന്നത്. വീണ്ടും കാണാം. ബൈ.